കഴിഞ്ഞ വർഷം നടന്ന ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ട് എന്നാരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പരകാല പ്രഭാകർ. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷം 2024 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. NDA വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് അധികാരത്തിലേറുകയും ചെയ്തു. പക്ഷേ അത് അട്ടിമറി നടത്തിക്കൊണ്ടാണ് അവിടെ വലിയ ഭൂരിപക്ഷം നേടിയത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ചില കാരണങ്ങളുണ്ട്. പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തുവിട്ട പോളിംഗ് കണക്കുകളുണ്ടായിരുന്നു, പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകളുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വൈകിട്ട്, അതായത് തെരഞ്ഞെടുപ്പ് നടന്ന വോട്ടെടുപ്പ് നടന്ന 5 മണി വരെ 68.04% പോളിംഗ്. പക്ഷേ 8 മണിയായപ്പോൾ വെറും 0.08% മാത്രം വർദ്ധിച്ചു. പക്ഷേ രാത്രി വരെ നീണ്ടു പോളിംഗ്. 11:45 ആയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം പോളിംഗ് ശതമാനത്തിലുണ്ടായി, 76-ലെത്തി. പക്ഷേ അന്തിമ കണക്ക് വന്നപ്പോൾ അത് വീണ്ടും മാറി 80.66%. അപ്പോൾ നോക്കൂ, അർദ്ധരാത്രി സമയത്ത് ഏതാണ്ട് ഓരോ ബൂത്തിലെ കണക്കെടുക്കുമ്പോൾ 500ഓളം പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ്. ഇത് ദുരൂഹമല്ലേ എന്ന് ചോദിക്കുന്നു. അത് വലിയ അട്ടിമറിയാണ് അതിന് പിന്നിലെന്ന് അദ്ദേഹം പറയുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയല്ല പ്രമോദ് സാർ ഉള്ളത്? ദിവ്യ, ഇതിൽ കണ്ടത് പരകല പ്രഭാകർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ കണക്കുകൾ ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് വെച്ച കണക്കുകൾക്ക് സമാനമാണ്. അപ്പോൾ ഇദ്ദേഹം ഈ 2024 മെയ് 13 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയ ആ ദിവസം ഈ രാത്രിയിൽ 11:45 തൊട്ട് പുലർച്ചെ 2 മണി വരെ, അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ 2 മണി വരെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര വരെയും വോട്ടിംഗ് നടന്നു എന്നാണ്. അപ്പോൾ പുലർച്ചെ 2 മണി വരെയുള്ള, ഇപ്പോൾ 11:45 മുതൽ 2 മണി വരെ എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ് വരും അല്ലേ? 12:45, 1:45, 15 മിനിറ്റും കൂടി. അപ്പോൾ ഈ 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് 17 ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ്. ആകെയുള്ള 3500 ബൂത്തുകളിലായിട്ട് 17 ലക്ഷം പേർ വോട്ട് ചെയ്തു. ഇത് എവിടുന്നെങ്കിലും കിട്ടിയ കണക്കല്ല, കൃത്യമായി ആന്ധ്രാപ്രദേശ് സിഇഒയുടെ, ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ കണക്കും അതുപോലെ തന്നെ ECIയുടെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും കണക്കുകൾ വെച്ചിട്ടാണ് അദ്ദേഹം ഇത് പഠിച്ചത്. അതിൽ ചെറിയ ചില അനോമലീസ് ഉണ്ട്, പക്ഷേ എന്നാൽ തന്നെയും കണക്കുകൾ ഏകദേശം തുല്യമാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2.25 മണിക്കൂറിനുള്ളിൽ 17 ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ മണിക്കൂറിൽ 491 പേർ, ഒരു മണിക്കൂറിൽ 491 പേർ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 3 പേർ വോട്ട് ചെയ്യണം. 3 പേർ 1 മിനിറ്റിൽ വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. കാരണം 20 സെക്കൻഡ് 20 സെക്കൻഡ് 20 സെക്കൻഡിൽ പിന്നെ മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട്, ഇപ്പം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിലേക്കൊക്കെ വരുന്നു, ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ഒരു സമയം കൂടി മാത്രമാണ് അദ്ദേഹം അതിൽ കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 2 ബൂത്തുണ്ട്, ഒരാൾക്ക് 2 വോട്ട് ചെയ്യാനുണ്ട്. ആലോചിക്കണം, നിയമസഭയിലേക്കും ചെയ്യണം, ലോക്സഭയിലേക്കും ചെയ്യണം. അപ്പോൾ ഈ 6 സെക്കൻഡ് കൊണ്ട് ഇത് രണ്ടും ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, മനുഷ്യ സാധ്യമാണോ? നമ്മളതിൽ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ട് അവിടെ ലേറ്റ് കത്തുള്ളൂ. അപ്പം അത്രയും സമയം എന്തായാലും വേണം. അതും കൂടി ആലോചിക്കൂ, അതും കൂടി നോക്കൂ. ഇത് തമാശയല്ല ദിവ്യ, ഇത് ഇങ്ങനെയാണ് കണക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കണക്ക് ഇതാണ്, അവരുടെ ഔദ്യോഗികമായ കണക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതേസമയം ഈ വൈകിട്ട് 5 മണി തൊട്ട് 8 മണി വരെയുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് 3 മണിക്കൂർ, ഈ 3 മണിക്കൂർ സമയം നോക്കിക്കഴിഞ്ഞാലേ 1 മണിക്കൂറിൽ 3 പേരാണ് വോട്ട് ചെയ്യുന്നത്. 1 മണിക്കൂറിൽ 3 പേർ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് 8 മണിക്ക് ശേഷം പോളിംഗ് കൂടി 11:45 തൊട്ട് 2 മണി വരെ, പുലർച്ചെ 2 മണി വരെയുള്ള സമയത്ത് 1 മിനിറ്റിൽ 3 പേർ വോട്ട് ചെയ്യുന്ന നിലയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് അതിവിചിത്രമായൊരു കണക്കാണ്. ഇങ്ങനെ ഒരു കണക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ ഫാക്കൽറ്റി ഉപയോഗിച്ച് അദ്ദേഹം കണക്ക് പഠിച്ച് അവതരിപ്പിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. ഇതിന് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്, അല്ലേ? സംശയരഹിതമായി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണോ ഈ പറയുന്ന 175 സീറ്റിൽ 164 സീറ്റ് നേടി TDP നേതൃത്വത്തിലുള്ള NDA തന്നെ അവിടെ അധികാരത്തിൽ വന്നത്? 25-ൽ 21 സീറ്റും നേടി NDA അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇത് മുഴുവൻ ഇവരുടെയാണോ എന്നുള്ളതാണ്, ഇതിൻ്റെ ഫലമാണോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് കാണേണ്ടത് നമ്മൾ എവിടെയാണ്?
മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2024 നവംബർ 20-നാണ്. ഇത് മെയ് 13-നാണ്. ഇപ്പോൾ ആദ്യമായി പിന്നെ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം കൊണ്ടുവരുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ നടന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് രാത്രി ഈ സമയം കഴിഞ്ഞിട്ട്, അതായത് 5 മണിക്ക് പോളിംഗ് അവസാനിച്ചതിന് ശേഷം പിറ്റേ ദിവസം പോളിംഗ് ശതമാനം പുറത്തു വരുന്ന സമയം വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ 62 ലക്ഷം പേരാണ് കൂടുതൽ വോട്ട് ചെയ്തത് എന്നാണ്. അന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതെന്തോ പെരുപ്പിച്ച കണക്ക്, എവിടുന്നോ കിട്ടിയ കണക്ക് എന്ന നിലയിലാണ് എല്ലാവരും പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹത്തിന് അത് കൃത്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കണക്ക്. അത്രയും വോട്ടുകൾ അധികം പോൾ ചെയ്യപ്പെടുകയായിരുന്നു. എങ്ങനെ? അത് പോൾ ചെയ്യപ്പെട്ടതിൻ്റെ കണക്കനുസരിച്ച്. അതുകൂടാതെ വോട്ടർ പട്ടികയിലെ കണക്കും അദ്ദേഹം പറയുന്നുണ്ട്. 5.39 കോടി പ്രായപൂർത്തിയായ മനുഷ്യരുള്ള മഹാരാഷ്ട്രയിൽ അന്തിമ വോട്ടർ പട്ടികയിലെ ആളുകളുടെ എണ്ണം എത്രയെന്നറിയോ? 5.7 കോടി. അതായത് ആകെയുള്ള പ്രായപൂർത്തിയായ മനുഷ്യരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അന്തിമ വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണം. അപ്പോൾ ഇതൊക്കെ അന്ന് പറഞ്ഞതാണ്. അന്ന് അത് പറയുന്ന സമയത്ത് അത് മുഴുവൻ എന്തോ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഇന്നേ വരെ ഞാൻ ചോദിക്കട്ടെ, CPM-ൻ്റെ നേതാക്കൾ പിന്നെ എത്ര കണ്ട്? ഞാനത് അവരോട് ചോദിക്കുന്നു. കാരണം വെച്ചാൽ കോൺഗ്രസ് അത് ഉയർത്തിക്കൊണ്ടുവന്നു. പല തട്ടുകളിൽ രാഹുൽ ഗാന്ധി അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പല തലങ്ങളിൽ അത് പിന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇന്നേ വരെ മുഖ്യമന്ത്രി അതിനുശേഷം അദ്ദേഹം പല സമയങ്ങളിലായിട്ട് എത്രയോ വാർത്താ സമ്മേളനങ്ങൾ നടത്തി. ഒരു സന്ദർഭത്തിൽ പോലും അദ്ദേഹം വോട്ട് ചോരി എന്ന് പറയുന്ന ഈ വാക്ക് പറയുകയോ ഇതിൻ്റെ ഈ വിഷയത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു തവണ പോലും അദ്ദേഹം അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടില്ല. ആലോചിക്കണം, ഇത് ഇപ്പോൾ തൃശ്ശൂർ നടന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മളുടെ ഒരു എന്താ പറയുക, പെട്ടെന്നുള്ള പ്രോക്സിമിറ്റി കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തു എന്ന് വരും. ഇതൊന്നും നമ്മൾ ആരും അറിയുന്നില്ല, നമ്മൾ അറിയാതെ നടക്കുകയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് മുമ്പ് തന്നെ, മഹാരാഷ്ട്ര നവംബർ 20-നാണ് നടന്നതെങ്കിൽ അതിനു മുമ്പ് തന്നെ പിന്നെ ലോക്സഭ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മെയ് 13-ൽ എനിക്ക് തോന്നുന്നു, അതിനു മുമ്പാണെന്ന് തോന്നുന്നു പിന്നെ ഇത് നടന്നത് 2023 നവംബറാണെന്ന് തോന്നുന്നു. എനിവേ എന്തോ ഡേറ്റിൽ എന്തോ ഒരു പെശകുണ്ട്. എനിവേ അതിനു മുമ്പേ നടന്നതാണ് മഹാരാഷ്ട്ര ഇലക്ഷൻ. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത്. അതിൽ ഇത് നടന്നിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് പരക്കാല പ്രഭാകർ ഇപ്പോൾ നമുക്ക് ഈ വിലയിരുത്തലിലൂടെ നൽകുന്നത്. യെസ്, എത്ര ഗൗരവത്തിലെടുക്കേണ്ടതാണ് ഈ പരകാല പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ? ഇനി അതിലും വിശദീകരണം നൽകാൻ പോയി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എവിടെ നിന്നും എടുത്തൊരു കണക്ക് പ്രകാരം എന്ന് പറഞ്ഞ് മറുപടി ആയിരിക്കില്ല നൽകാൻ സാധ്യതയുള്ളത്. ഈ പരകാല പ്രഭാകർ ഈ പണി ചെയ്തെന്തോ വലിയ റിസർച്ച് എടുത്തിട്ടൊന്നുമല്ല. അയാൾ ആകെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി 2024 ഫെബ്രുവരി 13-നാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഓരോ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോൾ പെർസെൻറ്റേജ് പുറത്തു വിടും. അപ്പോൾ മെയ് 13 ഫെബ്രുവരിയിൽ മെയ് 13 വൈകുന്നേരം 5 മണിയായപ്പോൾ ആന്ധ്രാപ്രദേശിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ പറയുന്നു 5 മണി വരെയുള്ള വോട്ടർ ടേൺ ഔട്ട് 68.04%. മെയ് 13 അന്ന് തന്നെ 8 മണി, അപ്പോൾ 8 മണി വരെ നീണ്ടു. പല സ്ഥലത്തും ചില ഡിസ്റപ്റ്റ്സ് ഉണ്ടായി, സംഘർഷങ്ങളുണ്ടായി. അപ്പോൾ വോട്ടെടുപ്പ് നീളണം. 8 മണി വരെ നീട്ടാൻ തീരുമാനിച്ചു. 8 മണി വരെ നീട്ടിക്കഴിഞ്ഞപ്പോൾ വോട്ടർ ടേൺ ഔട്ട് കൂടിയത്, അതായത് 68.04-ൽ നിന്ന് 5 മണി മുതൽ 8 മണി വരെയുള്ള 3 മണിക്കൂർ സമയം കൊണ്ട് കൂടിയത് കേവലം 8.08%. അതായത് 68.12% വർദ്ധിച്ചിട്ടുള്ളൂ. ഈ ഡിസ്റപ്ഷൻ ഉണ്ടായി, അത് ശ്രദ്ധിക്കുക. ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടും, അതായത് സാധാരണ രീതിയിൽ എങ്ങനെയാണ് പോളിംഗ് നീട്ടുക? ഇവിടെയാണ് പ്രധാനം. പോളിംഗ് അവസാനിക്കേണ്ട സമയമാകുമ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് ടോക്കൺ കൊടുക്കുന്നു, ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു, അവർ പോയി വോട്ട് ചെയ്യുന്നു. അത്രയല്ലേ നടക്കുക? അപ്പോൾ പോളിംഗ് അവസാനിപ്പിക്കുക എത്ര മണിക്ക്? 7 മണിക്കാണെന്ന് കരുതുക. 7 മണിക്കാണോ 5 മണിക്കാണോ? 5 മണിക്കാണ് നോർമലി തീരേണ്ടത്. 5 മണിക്ക് ശേഷം 3 മണിക്കൂർ നീട്ടുകയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം 3 മണിക്കൂർ ആളുകൾ നിന്ന് പോൾ ചെയ്യേണ്ട അത്ര വോട്ടർമാർ ക്യൂവിലുണ്ടെന്ന് കരുതുക. അതായത് മുറ്റമൊക്കെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ടും പോയത് 0.08% ആൾക്കാരെ ആ സമയത്ത് വോട്ട് ചെയ്തിട്ടുള്ളൂ. അതിലൊരു അസ്വാഭാവികതയുണ്ട്. പിന്നെ വോട്ടർ ടേൺ ഔട്ട് പുറത്തു വിടുന്നത് 11:45 രാത്രി, അർദ്ധരാത്രി. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ ഗേറ്റ് തുറന്ന് കൂടുതൽ ആൾക്കാരെ കയറ്റി വിട്ടോ? 8 മണിക്ക് തീരണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ 3 മണിക്കൂർ കൊണ്ട് കേവലം 0.08% വരെ വോട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ പിന്നെ കൂടുതൽ ആൾക്കാരെ കയറ്റി വിട്ടിട്ടുണ്ടോ? അതൊരു ചോദ്യമല്ലേ? അതായത് 3500-ഓളം പോളിംഗ് ബൂത്തുകളിൽ നിന്നാണ് ഈ 17 ലക്ഷം മനുഷ്യർ വോട്ട് ചെയ്തിട്ടുള്ളത്. അതിനൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ എത്ര പേര് ആ സമയത്ത് ക്യൂവിൽ നിൽക്കുന്നുണ്ടാവും? അവരെവിടെ നിന്നു?
ഈ ഗേറ്റിനകത്ത് നിന്നു. 17 ലക്ഷം മനുഷ്യർ. അത് കഴിഞ്ഞ് അവിടെയും തീർന്നില്ല, 11:45 കഴിഞ്ഞില്ല. 11:45 ഈ പോൾ പെർസെൻറ്റേജ് എത്ര ഉയരുന്ന അറിയാം, 68.12 നിന്ന് 76.50 ഉയരുന്നു. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ 76.5 നല്ല പോൾ പെർസെൻറ്റേജ് ആണ്. ഇത്തവണ എന്താണ് YSRCP താഴെ ഇറക്കാൻ വേണ്ടി ജനങ്ങൾ ആഞ്ഞു വന്ന് കുത്തിയെന്ന് വിചാരിക്കുകയാണ്. അവിടെയും തീർന്നില്ല. 4 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് മെയ് 17 അന്തിമ കണക്ക് വരുവാണ്. അത് ആന്ധ്രാപ്രദേശ് ചീഫ് ഇലക്ഷൻ ഓഫീസറുടെയാണ്. വോട്ടർ ടേൺ ഔട്ട് 81.86%. കണ്ണ് തള്ളിക്കുന്ന പെർസെൻറ്റേജാണ് അത്. അതിൽ എന്താണ് 1.2% പോസ്റ്റൽ ബാലറ്റ് കൂടി ചേർത്തിട്ടുണ്ട്. അതേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ കണക്കിറക്കുകയാണ്. അതായത് CEO ഒരു കണക്കിറക്കി 81%, 81.86%. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കുന്നു അത് 80.66 അത്ര അധികം വേണ്ട. അതേ ദിവസം ഇറക്കുന്ന കമ്മ്യൂണിക്കയാണ്. അപ്പോൾ ഈ കണക്ക് എന്താണ്? ഇത് വിശദീകരിക്കണ്ടേ? ഇത് വിശദീകരിക്കണം എന്ന് ആവശ്യമായിട്ട് പരകാല പ്രഭാകർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു, നോ റെസ്പോൺസ്. ഇനി അതും കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞല്ലോ. ഇനി മെയ് 17 കണക്കൊക്കെ പുറത്തു വന്നു. ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഓരോ സ്റ്റേറ്റുകളുടെയും തെരഞ്ഞെടുപ്പ് ഹൈലൈറ്റുകൾ പ്രസിദ്ധീകരിക്കും. ആ ഹൈലൈറ്റ് പ്രസിദ്ധീകരിച്ചും പരകാല പ്രഭാകർ നോക്കി അവിടെ പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്നറിയോ? 80.56. പിന്നെയും കുറഞ്ഞു. അതായത് ഈ 17 ലക്ഷം വോട്ട് ചെയ്തല്ലോ, ഈ 17 ലക്ഷം വോട്ട് ചെയ്തു എന്നുള്ളത് ശരി, ഓക്കെ, പോൾ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇത് എന്താണ്, മൊത്തം വോട്ടർ പട്ടികയിലുള്ള ആൾക്കാരുടെ വോട്ടായിട്ട് ടാലി ആവണ്ടേ? അതിൽ ഇത് പ്രശ്നമാണ്. അപ്പോൾ ടാലിയാക്കാൻ വേണ്ടി 81 ആക്കുന്നു, 80 ആക്കുന്നു, 80.56 ആക്കുന്നു, ഇതാക്കുന്നു. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയോ? പരകാല പ്രഭാകരൻ്റെ ഒരു ഗവേഷണം, പരകാല പ്രഭാകർ ഗവേഷണം നടത്തിയിട്ടല്ല, അവരുടെ തന്നെ കണക്കിലെടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആരാ ചെയ്യേണ്ടത്? ഈ പണി ചെയ്യേണ്ടത് ആരാണ് എന്നാണ് പരകാല പ്രഭാകർ നമ്മളെ പഠിപ്പിക്കുന്നത്. വരാൻ പോകുന്ന കേരള തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു മാൽ പ്രാക്ടീസസ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. എസ്പെഷ്യലി 2024 തൃശ്ശൂർ അനുഭവത്തിന് ശേഷം ഉറപ്പായും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ മാൽ പ്രാക്ടീസ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദിവ്യ ഒരു കാര്യം ചെയ്യും, ദിവ്യയുടെ ബൂത്തിലെ വോട്ടർ പട്ടിക എടുത്തിട്ട് ചുമ്മാ വായിച്ചു നോക്കുക. ദിവ്യയുടെ ബൂത്ത് എവിടെയാണ്? കണ്ണൂർ. കണ്ണൂർ തളിപ്പറമ്പിൽ ദിവ്യയുടെ ബൂത്തിൽ ഉറപ്പായിട്ടും ദിവ്യയുടെ ബൂത്തിൽ 1000 പേരുണ്ടെങ്കിൽ ഒരു 500 പേരെങ്കിലും ദിവ്യയ്ക്ക് മുഖപരിചയം ഉണ്ടാവും. ആ ബൂത്തിൽ ഉണ്ടാവണം നിർബന്ധമല്ല, അതിൽ എത്ര പേരെ അറിയാൻ പറ്റുമെന്ന് നോക്കുക. ഇന്നയാളെ ഞാൻ അറിയോ? എനിക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല. പലതിലും അഡ്രസ്സ് ഇല്ലാത്ത ആളുകളൊക്കെ അതിലുണ്ട്. ഇത് നോക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ സമയത്ത് ഇത് നോക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളാണ്, മാധ്യമങ്ങളല്ല നോക്കേണ്ടത്. അതത് ബൂത്തുകളിലെ ബൂത്ത് ഏജൻറ്റുമാരൊക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികൾ ഇത് പഠിച്ച് ഇങ്ങനെ വോട്ടർമാരുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. കാരണം ഇപ്പോൾ വോട്ട് ചേർത്തുകൊണ്ട് ഇനിയും ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും തെരഞ്ഞെടുപ്പ് ചേർക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ മാധ്യമങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നാണ് പരകാല പ്രഭാകർ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ചെയ്യേണ്ട പണിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന പോൾ പെർസെൻറ്റേജ് കൃത്യമാണോ? അത്ര ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്, എത്ര വോട്ടർമാർ മൊത്തമുണ്ട്, ഒരു അസംബ്ലി മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ട്, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പോൾ പെർസെൻറ്റേജ് അനുസരിച്ച് എത്ര പേര് വോട്ട് ചെയ്തു, അവസാനത്തെ കണക്ക് എത്രയാണ്, ഇത് കൃത്യമായി നമ്മൾ ട്രാക്ക് ചെയ്യണം. മാധ്യമങ്ങൾ ട്രാക്ക് ചെയ്താൽ മാത്രമേ അതുണ്ടോ എന്ന് തെളിയുള്ളൂ. ഇതല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞിട്ട് ഏതെങ്കിലും കേരളത്തിലെ പരകാല പ്രഭാകർ വന്നിട്ട് ഇത് പറയും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമലർത്തും. അപ്പോഴേക്കും വേറൊരു സർക്കാർ അധികാരത്തിൽ ഉണ്ടാവും, BJPക്ക് 3-4 MLA-മാരൊക്കെ ഉണ്ടാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശരി, എന്തായാലും വളരെ ഗുരുതരമായ സംഭവം തന്നെയാണ്, പരിശോധിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ പിന്നെ ദിവ്യ, സാധാരണഗതിയിൽ ഈ അന്ന് തലേ ദിവസം ആദ്യം പുറത്തുവിടുന്ന പിന്നെ പെർസെൻറ്റേജും പിറ്റേ ദിവസം അന്തിമ പെർസെൻറ്റേജും എന്ന നിലയിൽ 2 കണക്കുകൾ വരുമല്ലോ. അതിന് നമ്മൾ സ്വാഭാവികമായിട്ടാണ് എടുക്കാറുണ്ടായിരുന്നത്. ഇനി അത് പറ്റില്ല. അതാണ് പിന്നെ അജിംസും പറയുന്നത് ശരിയാണ്. കാരണം ഇനി അത് പരിശോധിച്ചേ മതിയാവുള്ളൂ എന്നുള്ളത്. അതാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഈ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുള്ളതെങ്കിൽ അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റു പലയിടത്തും ഇതുപോലെയുള്ള തിരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. അത് പരിശോധിക്കേണ്ടതുമാണ്. അത്തരം പരിശോധനകൾ ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം.